നമ്മൾ മെത്തഡ്സ് ഓഫ് ടീച്ചിങ് അല്ലേ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൻ്റെ ആ ഭാഗത്തുള്ള ഒരു പാർട്ട് ചെയ്തു. ഇനി അടുത്ത പാർട്ട് നമ്മൾ നോക്കണം. അതിന് മുൻപ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. സജസ്റ്റോപീഡിയ ആരാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ജോർജി ലെസമോവ് ആണ്. സജസ്റ്റോപീഡിയ ജോർജി ലെസമോവ് ബൾഗേറിയൻ റൈറ്ററാണ്. ദെൻ സൈലൻറ്റ് വേ കലേബ് കാറ്റൻഗോ. സൈലൻറ്റ് വേ കലേബ് കാറ്റൻഗോ അല്ലേ. സൈലൻ്റ് പറഞ്ഞാൽ കാമായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിൽ കലേബ് കാറ്റൻഗോ എന്ന് ഓർത്തിരിക്കുക. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ജെയിംസ് ആഷർ. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആണ് ജെയിംസ് ആഷർ. ഫിസിക്കൽ റെസ്പോൺസ് അല്ലേ. അപ്പം ജെയിംസ് ആഷറിലെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് വയ്ക്കുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ കിട്ടും. കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് ആണ്. കമ്മ്യൂണിറ്റി. അപ്പോൾ എ സി ക്യൂറൻ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ക്യൂറൻ. ദ നാച്ചുറൽ അപ്രോച്ച് സ്റ്റീഫൻ ക്രാഷൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ കുറച്ചെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം ത്രോ ദ ലേണർ ഓൺ ഹിംസെൽഫ്. ഈ ഒരു കൊട്ടേഷൻ പറഞ്ഞത് ആരാണ്? ത്രോ ദ ലേണർ ഓൺ ഹിംസെൽഫ്, quoted by Caleb Gettingo. Throw the learner on himself, quoted by Caleb Gettingo. അത് ഉദ്ദേശിക്കുന്നതാണ് ദ സ്റ്റുഡൻറ്റ് ഈസ് ലെഫ്റ്റ് ടു ഹിംസെൽഫ് അഡ്മിറ്റിംഗ് ഹിസ് കപ്പാസിറ്റി ടു ലേൺ ബൈ ഹിംസെൽഫ്. സ്വന്തം കപ്പാസിറ്റി അറിഞ്ഞുകൊണ്ട് അവന് പഠിക്കാൻ അനുവദിക്കുക. അതാണ് കലേബ് ഗെറ്റിൻഗോ പറഞ്ഞത്. അടുത്ത ചോദ്യം ദ പ്രിൻസിപ്പിൾ ഓഫ് ദ സൈലൻറ്റ് വേ. സൈലൻറ്റ് വേ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആരാണ് അല്ലേ, സൈലൻ്റ് ആകുമ്പോൾ കാം അല്ലേ. അപ്പോൾ കലേബ് ഗെറ്റിൻഗോ ആണ്. ലെറ്റ് ദം മേക്ക് എറേഴ്സ് ആൻഡ് ലെറ്റ് ദം ഡെവലപ്പ് their inner criteria to correct their own errors. എന്താണ് ലെറ്റ് ദം മേക്ക് എറേഴ്സ്? പ്രിൻസിപ്പിൾ ഓഫ് ദ സൈലൻറ്റ് വേ, ലെറ്റ് ദം മേക്ക് എറേഴ്സ് ആൻഡ് ലെറ്റ് ദം ഡെവലപ്പ് ദെയർ ഇന്നർ ക്രൈറ്റീരിയ ടു കറക്റ്റ് ദെയർ ഓൺ എറേഴ്സ് അല്ലേ. അതായത് അവർ എറേഴ്സ് ഉണ്ടാക്കട്ടെ, എന്നിട്ട് അവർ തന്നെ അവരുടെ ഐഡിയാസ് വെച്ചിട്ട് അത് കറക്റ്റ് ചെയ്യട്ടെ. അതാണ് ഇതിൻ്റെ സൈലൻറ്റ് വേയുടെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. ദ ടീച്ചേഴ്സ് സൈലൻസ് എൻകറേജസ് സ്റ്റുഡൻസ് ഡാഷ്. എന്താണ് ദ ടീച്ചേഴ്സ് സൈലൻസ് എൻകറേജസ് സ്റ്റുഡൻസ്. ഇതും സൈലൻറ്റ് വേയിലുള്ളതാണ് അല്ലേ. ഇപ്പോൾ ടീച്ചേഴ്സ് സൈലൻ്റ് ആയിരിക്കുക, അപ്പോൾ അത് എന്തിനെ എൻകറേജ് ചെയ്യും? സ്റ്റുഡൻസ് ഇൻറ്ററാക്ഷൻ ഇൻ ദ സൈലൻറ്റ് വേ. അപ്പോൾ സ്റ്റുഡൻസ് സംസാരിക്കാൻ തുടങ്ങും അല്ലേ. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ കണ്ട കുട്ടികൾ തന്നെ സംസാരിക്കുക, അതേപോലെ തന്നെ. നെക്സ്റ്റ് അടുത്തത് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് ഡെവലപ്ഡ് ബൈ. അടുത്തൊന്നാണ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് ഡെവലപ്ഡ് ബൈ ചാൾസ് എ ക്യുറാൻ. Community language learning developed by Charles A. Curran. Next, community language learning, that is CLL, is based on which methodology? Community language learning is based on which methodology? Counseling learning methodology. Community language learning is based on which methodology എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൗൺസിലിംഗ് ലേണിംഗ് മെത്തഡോളജി. കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് കൗൺസിലിംഗ് ലേണിംഗ് മെത്തഡോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് ലേണിംഗ് ഇമ്പോർട്ടൻസ് ഗിവൻ ടു. അപ്പം ഈ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിങ്ങിൽ ഇമ്പോർട്ടൻസ് ഗിവൻ ടു ദ ലേണർ അല്ലേ. ഇമ്പോർട്ടൻസ് ഗിവൻ ടു ദ ലേണർ ത്രൂ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ ടോട്ട്. ആൻസൈറ്റീസ് ആർ റിമൂവ്ഡ് ആൻഡ് എ കോഡിയൽ അറ്റ്മോസ്ഫിയർ ഈസ് ക്രിയേറ്റഡ്. അതായത് അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ കുട്ടികളും ടീച്ചറും തമ്മിൽ ഒരു നല്ല ഒരു റിലേഷൻഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ അവരുടെ ആൻസൈറ്റീസൊക്കെ അവിടെ മാറ്റിയെടുക്കപ്പെടുന്നു. ഇതാണ് എന്ത് ലേണിംഗ് ഇമ്പോർട്ടൻസ് ഗിവൻ ടു ലേണറാണ് പറയുന്നത്. അതാണ് നമ്മൾ പറയുന്നത് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിങ്ങിൽ ഒരു കൗൺസിലിംഗ് ലേണിംഗ് മെത്തഡോളജിയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യം which are the 5 stages in CLL? അപ്പോൾ CLL 5 സ്റ്റേജസ് പറയേണ്ടത്. which are the 5 stages in CLL നോക്കാം. ഫസ്റ്റ് the embryonic stage. ദി എംബ്രിയോണിക് സ്റ്റേജ് അതിൽ പറയുന്നത് എന്താ? ഡിപ്പെൻഡൻസ് ഓൺ ടീച്ചർ. എംബ്രിയോണിക് സ്റ്റേജ് അല്ലേ. അതായത് കുട്ടികളിങ്ങനെ നമ്മളെ എംബ്രിയോണിക് സ്റ്റേജ് ഡിപ്പെൻഡൻ്റ് ഓൺ ടീച്ചർ. നെക്സ്റ്റ് ദ സെൽഫ് അസേർഷൻ സ്റ്റേജിൽ ടേക്ക് ലിറ്റിൽ ഫ്രീഡം ഇൻ ലിറ്റററി ലേണിംഗ് ലാംഗ്വേജ്. സെൽഫ് അസേർഷനിൽ കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യം എടുക്കുകയാണ് കുട്ടികൾ. തേർഡ് വൺ ദ ബർത്ത് സ്റ്റേജ്. സ്റ്റുഡൻസ് സ്പീക്ക് ഇൻഡിപെൻഡൻ്റ്ലി. കുട്ടികൾ എങ്ങനെയാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും. ദോ നോട്ട് പെർഫെക്റ്റ്ലി, പക്ഷെ അത്ര ക്ലിയർ ഒന്നും ആയിരിക്കില്ല. പിന്നെ അടുത്തത് പറയുന്നത് എന്താണ്?
അടുത്തതാണ് ദ റിവേഴ്സൽ സ്റ്റേജ് ഇവിടെ സ്റ്റുഡൻറ്റ് ഈസ് സെക്യൂർ ടു ഇനഫ് ടു ടേക്ക് കറക്ഷൻ. അപ്പോൾ ഇവിടെ കുട്ടികൾ അതായത് അവരുടെ കറക്ഷൻ എടുക്കുകയാണ് അല്ലേ, തെറ്റുകൾ വരുന്നുണ്ടെങ്കിലും അവിടെ അവർക്ക് കറക്ഷൻ എടുക്കാം. ദെൻ ദി ഇൻഡിപെൻഡൻറ്റ് സ്റ്റേജ് സ്റ്റുഡൻസ് വർക്ക് ഓൺ ഹിസ് ഓൺ ലിറ്റിൽ എൻകറേജ്മെൻറ്റ് ഫ്രം ദ ടീച്ചർ. സ്റ്റുഡൻസ് വർക്ക് ഓൺ ഹിസ് ഓൺ വിത്ത് ലിറ്റിൽ എൻകറേജ്മെൻറ്റ് ഫ്രം ദ ടീച്ചർ അല്ലേ. അപ്പോൾ നമ്മൾ 5 സ്റ്റേജസ് ആണ് ഏതിൽ പറയുന്നത്, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിങ്ങിൽ പറഞ്ഞ ആദ്യം എംബ്രിയോണിക് സ്റ്റേജ്, അതായത് ഒരു കുട്ടി ഒരു ഭ്രൂണമായിരിക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, ഡിപ്പെൻഡൻസ് ഓൺ ടീച്ചർ, ഒന്നും അറിയാത്ത ഒരവസ്ഥ. പിന്നെ സെൽഫ് അസേർഷൻ സ്റ്റേജാണ്, അവിടെ കുട്ടികൾ കുറച്ച് ഫ്രീഡം എടുക്കുന്നു. അടുത്ത ബർത്ത് സ്റ്റേജ്, കുട്ടികൾ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങും ബട്ട് നോട്ട് ക്ലിയർ. ദെൻ റിവേഴ്സൽ സ്റ്റേജ്, അങ്ങനെ സ്റ്റുഡൻറ്റ് ഇസ് ഇനഫ് ടു ടേക്ക് കറക്ഷൻ, അപ്പോൾ അവരവിടെ സെക്യൂർസ് ഇനഫ് ടു ടേക്ക് കറക്ഷനാണ്. ദെൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേജാണ്, സ്റ്റുഡൻറ്റ് വർക്ക്സ് ദെയർ ഓൺ വിത്ത് ലിറ്റിൽ എൻകറേജ്മെൻറ്റ് ഫ്രം ദ ടീച്ചർ അല്ലേ, സ്വന്തമായിട്ട് അവരവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇനി അടുത്ത ചോദ്യം, ദ നാച്ചുറൽ അപ്രോച്ചിൻ്റെ എക്സ്പോണൻ്റ് ആരാണ്, സ്റ്റീഫൻ ക്രാഷനാണ്. നാച്ചുറൽ അപ്രോച്ച് അല്ലെങ്കിൽ നേച്ചുറൽ വേ എന്ന് പറയും. നാച്ചുറൽ അപ്രോച്ചിൻ്റെ എക്സ്പോണൻ്റ് സ്റ്റീഫൻ ക്രാഷനാണ്, ഓൾസോ നോൺ ആസ് നാച്ചുറൽ വേ അല്ലേ. നാച്ചുറൽ അപ്രോച്ച് ഓൾസോ നോൺ ആസ് നാച്ചുറൽ വേ. ഇനി വാട്ട് ഈസ് ദ ഗോൾ ഓഫ് ദിസ് അപ്രോച്ച്, ഈ അപ്രോച്ചിൻ്റെ ഗോൾ എന്താണ്, നാച്ചുറൽ അപ്രോച്ചിൻ്റെ ഗോൾ എന്താണ്, നാച്ചുറൽ ആയിട്ടുള്ളതാണ് അല്ല, അത് ആദ്യം ആലോചിക്കുക. ദ ഗോൾ ഈസ് ദി എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ദ ടാർഗറ്റ് ലാംഗ്വേജ്. ദ ഗോൾ ഈസ് ദി ability to communicate with the native speakers of the target language. അതാണ് അതിൻ്റെ ഗോൾ. ഇനി നെക്സ്റ്റ്, ഹൂ സേസ് ലാംഗ്വേജ് അക്വിസിഷൻ ഡസ് നോട്ട് റിക്വയർ എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് കോൺഷ്യസ് ഗ്രാമാറ്റിക്കൽ റൂൾസ് ആൻഡ് ഡസ് നോട്ട് റിക്വയർ ടെഡിയസ് ഡ്രിൽസ്. എന്താണ്, ഹൂ സേസ് ലാംഗ്വേജ് അക്വിസിഷൻ ഡസ് നോട്ട് റിക്വയർ extensive use of conscious grammatical rules and does not require tedious drills എന്ന് പറഞ്ഞ സ്റ്റീഫൻ ക്രാഷൻ. ഒന്നുകൂടി പറയാം, ലാംഗ്വേജ് അക്വിസിഷൻ ഡസ് നോട്ട് റിക്വയർ എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് കോൺഷ്യസ് ഗ്രാമാറ്റിക്കൽ റൂൾസ് and does not require tedious drills എന്ന് പറഞ്ഞ സ്റ്റീഫൻ ക്രാഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 മേജർ ഹൈപ്പോത്തീസിസ് ഓഫ് ക്രാഷൻ്റെ 5 മേജർ ഹൈപ്പോത്തീസിസ് എന്തൊക്കെയാണ്? ദ അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തീസിസ്, ദ മോണിറ്റർ ഹൈപ്പോത്തീസിസ്, അക്വിസിഷൻ ലേണിംഗ്, മോണിറ്റർ ഹൈപ്പോത്തീസിസ്, നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തീസിസ്, ദി ഇൻപുട്ട് ഹൈപ്പോത്തീസിസ്, ദി എഫക്റ്റീവ് ഫിൽറ്റർ ഹൈപ്പോത്തീസിസ്. ഏതൊക്കെയാണ്? ദ അക്വിസിഷൻ ലേണിംഗ്, ദ മോണിറ്റർ അക്വിസിഷൻ ലേണിംഗ്, ദ മോണിറ്റർ ഹൈപ്പോത്തീസിസ്, natural order hypothesis, input hypothesis, the affective filter hypothesis. The 5 major hypotheses of creation: acquisition learning, monitor hypothesis, natural order, the input hypothesis, the affective filter hypothesis. ഇനി അടുത്തത്, മെയിൻ ട്രെയിനിങ് ടെക്നിക് ഇൻ ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്. ഈ ഓഡിയോ ലിംഗ്വൽ മെത്തേഡിലുള്ള മെയിൻ ട്രെയിനിങ് ടെക്നിക്കാണ് ഡ്രിൽസ്. മെയിൻ ട്രെയിനിങ് ടെക്നിക് ഇൻ ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് ഇസ് ഡ്രിൽസ് ആണ്. ഇനി ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഫോർമൻറ്റ് മെത്തേഡ്. ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ദി ഇൻഫോർമൻറ്റ് മെത്തേഡ്. നമ്മൾ പറഞ്ഞതാണ്, അമേരിക്കയിലാണ് അത് ഫസ്റ്റ് വരുന്നത് അല്ലേ. പിന്നെ അവർ എനിമീസിൻ്റെ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഉണ്ടാക്കിയെടുത്തൊരു പ്രത്യേക ലാംഗ്വേജാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓഡിയോ ലിംഗ്വൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ലിസണിങ്ങും സ്പീക്കിങ്ങും ആണ് ഇമ്പോർട്ടൻസ് വരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അടുത്തൊരു ചോദ്യം, grammar translation method is also known as classical method. Grammar translation method is also known as ക്ലാസിക്കൽ മെത്തേഡ്. ഇനി ഇതിൻ്റെ ഒറിജിൻ നോക്കാം നമുക്ക്. ഒറിജിൻ എവിടെയാണ്? ജർമ്മനി. അതായത് നമുക്ക് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് പ്രഷ്യയിലാണ്. അറ്റ് ദ ക്ലോസ് ഓഫ് ദ 18th century. ഗ്രാമർ ട്രാൻസ്ലേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ക്ലാസിക്കൽ മെത്തേഡാണ്. ആൻഡ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ജർമ്മനി
Germany, Prussia at the close of the 18th century. Then it is also known as Prussian method. ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് നമ്മൾ പറഞ്ഞു ക്ലാസിക്കൽ മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഇത് പ്രഷ്യയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ എന്തും പറയും പ്രഷ്യൻ മെത്തേഡ് എന്നുകൂടി പറയുന്നുണ്ട്. ഇനി ഇറ്റ് ഈസ് ദി ഓൾഡസ്റ്റ് ആൻഡ് ട്രഡീഷണൽ മെത്തേഡ്. ഇത് ഓൾഡസ്റ്റ് അല്ലെ ട്രഡീഷണൽ മെത്തേഡാണ്. ഓൾഡസ്റ്റ് ആൻഡ് ട്രഡീഷണൽ മെത്തേഡാണ് ഏത് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഇനി ഇറ്റ് വാസ് യൂസ്ഡ് ടു ടീച്ച് ക്ലാസിക്കൽ ലാംഗ്വേജസ് ലൈക്ക് ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുക? It was used to teach classical languages like Sanskrit, Greek, Latin, Persian, etc. പിന്നെ ക്ലാസിക്കൽ ലാംഗ്വേജുകളായിട്ടുള്ള സാൻസ്ക്രിറ്റ്, ഗ്രീക്ക്, ലാറ്റിൻ, അതേപോലെ തന്നെ പേർഷ്യൻ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറയണമെങ്കിൽ ഈ ക്ലാസിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് അല്ലെങ്കിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ പ്രഷ്യൻ മെത്തേഡ് എന്നുകൂടി പറയുന്നു. ഇനി ഒറിജിൻ ഓഫ് ദ മെത്തേഡ്, ഇനി ഇതിൻ്റെ ഒറിജിനാണെന്ന് പറയുന്നത്. ഒറിജിൻ എന്ന് പറയുമ്പോൾ ഒറിജിനേറ്റർ ആരാണ്? ജെ.വി. മേഡിംഗർ ആണ്. ജെ.വി. മേഡിംഗർ ജർമ്മൻ സ്കോളറാണ്. ഒറിജിനേറ്റർ ഓഫ് ദിസ് മെത്തേഡ് ജെ.വി. മേഡിംഗർ ജർമ്മൻ സ്കോളർ. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൻ്റെ ഒറിജിനേറ്റർ ജെ.വി. മേഡിംഗർ ആണ്. ഇനി ഫസ്റ്റ് കോഴ്സ് ബുക്ക് റിട്ടൺ ബൈ ഇതിനെക്കുറിച്ചുള്ള ഒരു ഫസ്റ്റ് കോഴ്സ് ബുക്ക് എഴുതുന്നത് ജെ.സി. ഫ്രിക്ക് ഇൻ 1793. ജെ.സി. ഫ്രിക്ക് ഇൻ 1793. ഫസ്റ്റ് കോഴ്സ് ബുക്ക് about grammar translation method is written by J.C. Frick in 1793. According to this method, dash is the soul of language. ഈ മെത്തേഡ് അനുസരിച്ച് ഇതിൻ്റെ സോൾ എന്ന് പറയുന്നത് ലാംഗ്വേജ് സോൾ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമറാണ്. അവിടെ ഗ്രാമറിനാണല്ലോ ഇമ്പോർട്ടൻസ്, അതുകൊണ്ട് തന്നെ ഗ്രാമറാണ്. അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് ഡാഷ് ഈസ് ദ സോൾ ഓഫ് ലാംഗ്വേജ്, ഗ്രാമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാംഗ്വേജ് ഡോമിനേഷൻ ഇൻ ദിസ് മെത്തേഡ് ഈസ് എന്താണ്? ഇതിൽ ലാംഗ്വേജ് ഡോമിനേഷൻ വരുന്നത് ഏത് ലാംഗ്വേജിനാണ്? മദർ ടങ്ങിനാണ് അല്ലേ? മദർ ടങ് ഇൻഫ്ലുവൻസ് എന്തായാലും വരും, അതിലാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. ദ ലാംഗ്വേജ് ഡോമിനേഷൻ ഇൻ ദിസ് മെത്തേഡ് ഇസ് മദർ ടങ് ആണ് വരുന്നത്. ഇനി അടുത്തത്, വിച്ച് ഹാസ് ദ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ ദിസ് മെത്തേഡ്. അതായത് ഇത് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ നമ്മുടെ ലാംഗ്വേജ് സ്കിൽസിൽ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതായത് റീഡിങ് ആൻഡ് റൈറ്റിങ്ങിനാണ്. അവിടെ ലിസണിങ്ങും സ്പീക്കിങ്ങും വരുന്നില്ല. റീഡിങ് ആൻഡ് റൈറ്റിങ്ങിനാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അതിന് ഏറ്റവും കൂടുതൽ സെൻറ്റൻസുകളൊക്കെയാണ് അതിൽ മാറ്റുന്നത്. ഡാഷ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഫങ്ഷൻ. ഈ മെത്തേഡിൽ എന്താണ് അല്ലേ? ഫങ്ഷൻ അല്ല, പറയുമ്പോൾ എന്താണ്? ഫോമാണ്, അതിൻ്റെ സ്ട്രക്ചറിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. In this method, form is more important than function. ഇനി the only teaching learning material in this method is text book ആണ്. അപ്പോൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ ഓൺലി ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ടെക്സ്റ്റ് ബുക്കാണ്. ഓൺലി ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ ഇൻ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഇസ് ടെക്സ്റ്റ് ബുക്ക്. ഇനി ദ മാക്സിമം ഓഫ് ടീച്ചിങ് നോൺ ടു അൺനോൺ ആണ്. മാക്സിമം ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നോൺ ടു അൺനോൺ ആണ്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. കാരണം നമ്മൾ പിന്നെ L1ഉം L2ഉം വരുമ്പോൾ L1 എന്താണ്? നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജാണ്. L2 എന്ന് പറഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ലാംഗ്വേജാണ്, പഠിക്കേണ്ട ലാംഗ്വേജാണ്. പക്ഷേ ടാർഗറ്റ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഈ L1ൻ്റെ സഹായത്തോട് കൂടിയിട്ട്, അതായത് മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നോൺ ടു അൺനോൺ ആണ്. ഹൂ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഇൻ ദ ക്ലാസ് റൂം? ഈ മെത്തേഡിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ ഇമ്പോർട്ടൻറ്റ് ഫിഗർ, ക്ലാസ് റൂമിലെ ഇമ്പോർട്ടൻറ്റ് ഫിഗർ എന്ന് പറയുമ്പോൾ ആരാണ്? അത് ടീച്ചറാണ്. ഇമ്പോർട്ടൻസ് ഗിവൺ ടു ടീച്ചർ. ഇനി ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് സ്ട്രെസ് ചെയ്യുന്ന ആക്യുറസിയാണ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് സ്ട്രെസ്സസ് ഓൺ ആക്യുറസിയാണ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ ഇമ്പോർട്ടൻസ് ആക്യുറസിക്കാണ്. ഇറ്റ്സ് മേജർ ഫോക്കസ് ഓൺ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീഡിങ് ആൻഡ് റൈറ്റിങ്ങിനാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഈസ് ബേസിക്കലി യൂസ് ടു ടീച്ച്. ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് സാധാരണയായിട്ട് പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കാനാണ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഈസ് ബേസിക്കലി യൂസ് ടു ടീച്ച് ഫോറിൻ ലാംഗ്വേജ് ആണ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഈസ് ബേസിക്കലി യൂസ് ടു ടീച്ച് ഫോറിൻ ലാംഗ്വേജ്. ഇൻ GTM
ഗ്രാമർ ഈസ് ടോട്ട് ഡിഡക്റ്റീവ്ലി. ഇതിൽ ഗ്രാമർ പഠിക്കുന്നത് എങ്ങനെയാണ്? ഡിഡക്റ്റീവ്ലി. എങ്ങനെയാണ് ഡിഡക്റ്റീവും ഇൻഡക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡിഡക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഗ്രാമർ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആണെന്ന് നമ്മൾ പറയുകയാണ് അല്ലേ. അപ്പം ആദ്യം ആ റൂള് കൊടുക്കണം, എന്നിട്ട് പിന്നെ അതേപോലത്തെ ഒരുപാട് എക്സാമ്പിൾസിലൂടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് ഡിഡക്റ്റീവ്ലി എന്ന് പറയാം. ഇൻഡക്റ്റീവ്ലി ആണെങ്കിലോ ആദ്യം എക്സാമ്പിൾസ് ഒരേപോലെ എക്സാമ്പിൾസ് കൊടുക്കും. ഇപ്പോൾ ടാഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ എക്സാമ്പിൾസ് കൊടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ റൂളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുക. അതാണ് ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ നമ്മൾ ഡിഡക്റ്റീവ് സ്റ്റഡിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ ദ GTM മെത്തേഡ് GT മീൻസ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഡസ് നോട്ട് പേ അറ്റൻഷൻ ടു ദ ടീച്ചിങ് ഓഫ് ഡാഷ്, അതായത് പ്രൊനൗൺസിയേഷൻ. ഇവിടെ നമ്മൾ ആക്യുറസിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ് മേജർ ഫോക്കസ് വരുന്നത്. ഇനി അതേപോലെ തന്നെ പ്രൊനൗൺസിയേഷന് ദർ ഈസ് നോ പ്ലേസ് ഇൻ ദിസ് മെത്തേഡാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വരാം.